കുറച്ച് നാളുകളായിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും വേദലക്ഷ്മിയും തമ്മിൽ നടക്കുന്ന ഇഷ്യൂസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവർ പൈസ വാങ്ങിച്ചിട്ട് ഈ റോബിൻ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേയധികം തെളിവുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റോബിൻ കുറേയധികം ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുണ്ടെങ്കിൽ എനിക്കെതിരെ സൈബറായിട്ട് തിരിയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുപിടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് ഷിയാസ് കരീമിൻ്റെ അടുത്ത് ഈ ഒരു റോബിനെ പറ്റിയുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ റോബിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തും ഈ ഒരു റോബിനെ കുറിച്ചുണ്ടെങ്കിൽ ഷിയാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റോബിൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേയൊക്കെ എനിക്ക് അത്ര ഇഷ്ടമുള്ള വ്യക്തിയൊന്നുമല്ല, പക്ഷേ അതിനുശേഷം ഞാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്ര വലിയ മോശമുള്ള ഒരാളൊന്നും അല്ല. പക്ഷേ ഞാനുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു വേദലക്ഷ്മി റോബിൻ തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു വേദലക്ഷ്മി നേരത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ. ഇപ്പോൾ അവർക്ക് ഈ ഒരു നടക്കുന്ന സംഭവങ്ങളിൽ എനിക്കത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അതിൽ മറുപടി പറയുന്നത് ശരിയൊന്നുമല്ല. പക്ഷേ എന്നാലും ഡോക്ടർ റോബിൻ്റെ കാര്യത്തിൽ കുറേയധികം കേസും കാര്യങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റോബിൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തും കാശ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. പക്ഷേ എൻ്റെ അടുത്തും റോബിൻ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഷിയാസ് പറയുന്നുണ്ടായിരുന്നു.